ഫ്രണ്ട്സ്, നമ്മളിന്ന് ഏത്തക്കാപ്പമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കേരളീയരുടെ ഒരു മെയിൻ ഫുഡാണ് ഏത്തക്കാപ്പം. അപ്പം അതിനായിട്ട് നമ്മളൊരു കപ്പിനകത്ത് മൈദാമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഒരു സ്പൂൺ എടുത്ത്. അരിപ്പൊടി ചോയ്സാണ്. ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അത് കളർഫുള്ളിന് വേണ്ടിയിട്ടാണ്. നുള്ള്, ഇത്രയും വേണ്ട. പിന്നെ പഞ്ചസാര ഒരു 3 ടീസ്പൂൺ. പഴത്തിൻ്റെ ആ ഒരു പഴുപ്പിൻ്റെ അനുസരിച്ചുള്ള മധുരം ആവശ്യത്തിന് ഇട്ട് വേണം. പിന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കണം. വെള്ളം ഒഴിക്കും. നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളം കൂടിപ്പോയാൽ പഴുത്തയിൽ പിടിക്കത്തില്ല. പഴം മാത്രമായിട്ട് നമുക്ക് മുക്കുമ്പോൾ കിട്ടും. നമുക്കൊരു മീഡിയം എന്ന് വെച്ചാൽ ഒത്തിരി കുറുകിയും പോകരുത്. ഒരു ഇഡലി മാവിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിന് കുറച്ചും കൂടെ ലൂസായിട്ട് വേണം. മൈദയായതുകൊണ്ട് കട്ടകളൊക്കെ കളഞ്ഞ് നല്ല ലൂസാക്കി വേണം ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. മധുരം ഉണ്ടെന്ന് നോക്കട്ടെ. കുറച്ചും കൂടെ മധുരമാവാം. പിന്നെ ഒരു കളർഫുള്ളിന് വേണ്ടി വേണമെങ്കിൽ ജീരകം ഓപ്ഷനാണ്, ചേർക്കാമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ഒരു രുചിക്ക് വേണ്ടിയിട്ട് ഒരു ഏലക്ക പൊടിച്ചതും കൂടി ഇടാം. കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ജീരകം കൂടി ഇട്ട് ഇളക്കി നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇന്നിപ്പം ചെറുതായിട്ടൊക്കെ മഴയൊക്കെ ചാറുന്നുണ്ട്. അപ്പോൾ ദേവൻകുട്ടന് ഭയങ്കര നിർബന്ധമായിരുന്നു ഏത്തക്കാപ്പം ഉണ്ടാക്കണം എന്ന്. അപ്പോൾ 3 നേന്ത്രപ്പഴം നമുക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് മാവ് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ഏത്തപ്പഴമൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമ്മളിപ്പോൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. നമുക്ക് എണ്ണ ചൂടായെന്ന് നോക്കാം. ചെറിയതായിട്ട് മാവ് ഇട്ട് നോക്കാം. നോക്കുമ്പോഴത്തേക്കും മാവ് പൊങ്ങി വരുവാണെങ്കിൽ എണ്ണ ചൂടായെന്നാണ്. അപ്പം ആയിട്ടില്ല. എണ്ണ ശരിക്കും തിളക്കട്ടെ.